ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കർഷക ഉൽപ്പാദന സംഘടനകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് SFAC കേരള, അതായത് സ്മോൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം കേരളയുടെ മാനേജർ പ്രോജക്ട്സായി വർക്ക് ചെയ്യുന്ന ഡോക്ടർ രേഷ്മ ജെ മുരുകനാണ്. മാഡം, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കർഷക ഉൽപ്പാദന സംഘടനകൾ സാധാരണ ഒരു കർഷകന് എപ്പോഴും ഒരു ആശങ്കയുള്ളൊരു വിഷയമാണ്. ഞാനൊരു കർഷക സംഘടന ഉൽപ്പാദനയിലേക്ക് ചേരുമ്പോൾ എന്താണ് എനിക്കുള്ള നേട്ടം, അല്ലെങ്കിൽ എന്താണ് ഈ സംഘടന എന്ന് അറിയേണ്ടത്. അപ്പോൾ മൗലികമായി അവർക്ക് അറിയേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എന്താണ് ഈ കർഷക ഉൽപ്പാദന സംഘടന? അതായത് ഇപ്പം FPO, കാർഷിക ഉൽപാദന സംഘടന. ഈ സംഘടനകൾ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് കർഷകരുടെ ഒരു കൂട്ടായ്മ. ഇപ്പം കൃഷിയിൽ ഏർപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഉള്ള കുറച്ച് കർഷകർ ചേർന്ന ഒരു ഓർഗനൈസേഷൻ, ബേസിക്കലി അത്രയേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് വാഴ കൃഷി ചെയ്യുന്ന കുറച്ച് കർഷകർ, അവരുടെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് വാഴയാണ്. അപ്പം ആ കർഷകർ ഒത്തുചേർന്ന് ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നു. അപ്പം FPO എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറയേണ്ട. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, വളരെ ഗ്രാമപ്രദേശത്ത് കിടക്കുന്ന ഒരു കർഷകനാണ് ഞാനെന്ന് ധരിക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു ആശങ്കയുണ്ടാവും, ഞാൻ ഇതിനകത്ത് ചേർന്നത് കൊണ്ട് എന്താണ് എനിക്കുള്ള നേട്ടം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ചേരേണ്ടത്. അപ്പം ആ ഒരു ബേസിക് ആയിട്ട്, അതായത് ആ രീതിയിലൊന്ന് പറഞ്ഞു തരാമോ? അതാണ് ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങിയത്. അതായത് ഇപ്പോൾ ഒരു ഏരിയയിൽ ഒരു വില്ലേജ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അവിടെ ഫോർ എക്സാമ്പിൾ ഒരു 15-20 ഉള്ള കർഷകർ, ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞു വാഴ, അതിപ്പോൾ വാഴയാവാം, നെല്ലാവാം, ഇനി തെങ്ങാവാം, എന്ത് കൃഷിയാണോ അവർക്കൊരു അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഉണ്ട്, ഒരു ഉൽപ്പാദനം അവർ നടത്തുന്നുണ്ട്. അപ്പം ഈ വാഴ കർഷകർ 15-20 ഉള്ള വാഴ കർഷകർ ഒത്തുചേർന്ന് ഫാർമർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ ആദ്യം രൂപീകരിക്കുന്നു. ഈ ഫാർമർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ ഒരു 30-40 ഫാർമർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ ഒത്തുചേർന്നുകൊണ്ടാണ് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്നൊരു ഐഡിയയിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്തായാലും 100 കണക്കിന് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള നമ്പറിലുള്ള കർഷകരുടെ ഒരു കൂട്ടായ്മയായിരിക്കും അത്. അതുകൊണ്ട് ഇപ്പം ഒറ്റയ്ക്ക് നിന്ന് ഈ ഒരു കർഷകൻ എന്തൊക്കെ വെല്ലുവിളികൾ നേരിടുന്നുവോ അതിനെയൊക്കെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരു ഗ്രൂപ്പിന് സാധിക്കും. അതുകൊണ്ട് ഈ കർഷകൻ എന്തായാലും ഒരുപാട് മെച്ചങ്ങൾ ഈ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനിലൂടെ ലഭ്യമാകുന്നതാണ്. ഞാൻ പറഞ്ഞു, ഒരുപാട് എന്ത് കൃഷി ചെയ്യുന്നതെങ്കിലും, നെല്ലായാലും ഇപ്പം തേങ്ങയാണെങ്കിലും ഇപ്പം ഈ പറഞ്ഞ വാഴയാണെങ്കിലും എന്തും ആ ഒരു ഒരേ പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്കാണ് ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടൊരു കാര്യമാണ്. ഒരേ ലൊക്കാലിറ്റിയിലുള്ള കർഷകരാണ്. നമുക്കറിയാം, അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഇതാണ്, പെരിഷബിൾ ആണ്. അപ്പം നമുക്ക് പലയിടങ്ങളിലായിട്ട് നിന്നുകൊണ്ട് ഈ ഒരു വാല്യൂ ചെയ്യുന്ന കാര്യ നാളെ സാധിക്കുമായിരിക്കാം, എന്നാൽ ഇന്നൊരു ലിമിറ്റേഷനുണ്ട്. അതുകൊണ്ട് ഒരേ ഇടങ്ങളിൽ നിന്ന് തന്നെ കൃഷി ചെയ്യുന്നവരും ഒരേ ഭൂപ്രകൃതി റിസോഴ്സസ് ഉള്ളവരും തമ്മിലാണ് ഇങ്ങനൊരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. ശരി, ഞാനും എൻ്റെ ഒരു 100 കൂട്ടുകാരും കൂടെ ഒത്തൊരുമിച്ച് വന്നു. ഇനി എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത്? അതായത് ഇപ്പം പറഞ്ഞു, നിങ്ങൾ വന്നു, നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടാവണം, നിങ്ങൾ കൃഷി ചെയ്യുന്നവരായിരിക്കണം, നിങ്ങൾക്കൊരു അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഉണ്ടാവണം, നിങ്ങൾക്ക് ഈ പറഞ്ഞ FIGകൾ രൂപീകരിച്ച് FPO രൂപീകരിച്ച് അതിനെ നിങ്ങൾക്ക് ഒരു കമ്പനീസ് ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി സർവീസ് ആക്ട് പ്രകാരമോ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ സംഘടനയ്ക്ക് ഒരു രൂപം ഉണ്ടാവുമല്ലോ. ഈ ഘടനയിൽ ആരൊക്കെയാണ് അംഗങ്ങളായിട്ട് വരിക? അംഗങ്ങളല്ല, നേതൃത്വം സ്ഥാനത്തിലേക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് ഒരു 12 മുതൽ 15 വരെയുള്ള ആൾക്കാരുണ്ടാകും. അവരായിരിക്കും നേതൃത്വം വഹിക്കുന്നവർ. അതിൽ തന്നെ ചെയർമാൻ എന്നൊരു പൊസിഷൻ ഉണ്ടാകും. പിന്നെ ബാക്കിയുള്ളവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അതായത് അംഗങ്ങളായിരിക്കും. ചെയർമാൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ് അതിൻ്റെ അമരക്കാരനായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ സംഘടനയുടെ ചട്ടക്കൂടിൽ ആരെയൊക്കെ നമുക്ക് കൂട്ടാളികളാക്കാം? അതായത് നമുക്ക് വേറൊരു പോസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു CEOയുടെ ഒരു പോസ്റ്റ് വരും, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നമുക്കറിയാം ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും ഉള്ളതാണ്. അപ്പോൾ FPOകളും അങ്ങനെ ഒരു പോസ്റ്റ് ഇപ്പോൾ നോക്കുന്നുണ്ട്. അതായത് MBA ഗ്രാജുവേറ്റ്സിനെയാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് വേറെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. ബട്ട് MBA ഇപ്പം നമുക്കറിയാം, കൃഷിയെ ഒരു ബിസിനസ്സായിട്ട് മാറ്റാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതുകൊണ്ട് കർഷകർക്ക് മെച്ചവും ഉള്ളൂ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് സൈഡിൽ MBA ഉള്ള ബിരുദധാരികളെയാണ് ഇവർ നോക്കുന്നത്. മാഡം, ഇപ്പം ഒരു ഗ്രാമപ്രദേശത്ത് ഞങ്ങളൊരു സംഘടന, മാഡം പറഞ്ഞതുപോലെ സൊസൈറ്റീസ് ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരമോ
രജിസ്റ്റർ ചെയ്തു എന്നിരിക്കട്ടെ, ഇതിന് വേണ്ടുന്ന ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. എന്തൊക്കെയാണത് വേണ്ടുന്നത്? ഇപ്പോൾ അതായത് എഫ് പി ഒകൾ ഇപ്പോൾ വളരെ മെച്ചപ്പെട്ട എഫ് പി ഒകളുണ്ട്. ഒരുപാട് അസറ്റ്സ്, അതായത് ബിൽഡിംഗ് സ്ട്രക്ചർ വൈസ് ആണെങ്കിലും ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെട്ടവർ, അപ്പോൾ അതിന് ഒരുപാട് കർഷകരുള്ളവർ. ബേസിക്കലി നമ്മൾ സംസാരിക്കുകയാണ്, ഇപ്പോൾ തുടങ്ങിയതാണെങ്കിൽ അവർക്ക് ബേസിക്കലി ഒരു ഓഫീസ് സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ പറഞ്ഞു CEO ഉണ്ട്, മറ്റു വേണമെങ്കിൽ എന്തെങ്കിലും ഇപ്പം കൃഷി മാത്രം ചെയ്യുന്നവർ, അതായത് ഇവർക്ക് പ്രൊഡ്യൂസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇവർ ബേസിക്കലി ട്രേഡിംഗ് ആയിരിക്കും ചെയ്യുന്നത്. അതായത് അവർക്കൊരു കളക്ഷൻ സെൻറ്റർ കാണാൻ സാധ്യതയുണ്ട്. ആ കളക്ഷൻ സെൻറ്ററിലായിരിക്കും ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പ്രോഡക്റ്റ് ഇവർ കൊണ്ട് എത്തിക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വാഴ കൃഷിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാഴക്കുലകളെല്ലാം കൊണ്ടുവയ്ക്കും. ഇതിന് ഇവരുടെ ഒരു ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്കും അവർക്കൊരു ബാർഗെയിനിങ് പവർ ഉണ്ടായി. അപ്പോൾ അവരുടെ ഒരു പ്രൈസ്, അവർ പറയുന്ന പ്രൈസിൽ അവർക്ക് വളരെ വലിയൊരു ക്വാണ്ടിറ്റി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരാളാണെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് ഒരു 10-15 കിലോ ആയിരിക്കും ചിലപ്പോൾ അയാൾക്ക് മാർക്കറ്റ് ചെയ്യാൻ ഒരു കർഷകന് സാധിക്കുക. എന്നാൽ അതൊരു ഗ്രൂപ്പ് ആകുമ്പോൾ അവർക്ക് അങ്ങേയറ്റം ടൺ കണക്കിന് ചിലപ്പോൾ കൊടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത്രയും നന്നായിട്ട് ആക്റ്റീവായിട്ട് കൃഷി ചെയ്യുന്ന കർഷകരാണ് ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ. അപ്പോൾ അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് ഈ ഒരു FPOസിന്. അപ്പോൾ അത്രയും പ്രോഡക്റ്റ്, അത്രയും ക്വാണ്ടിറ്റി ഇവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. മാഡം നേരത്തെ പറഞ്ഞു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന്. ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് രൂപീകരിക്കുന്നതിന് സ്ത്രീകളുടെയോ അല്ലെങ്കിൽ ഈ അംഗങ്ങളുടെ ഒരു അംഗസംഖ്യ അതൊക്കെ എത്രയാവണം എന്നെന്തെങ്കിലും നിഷ്കർഷയുണ്ടോ? സാധാരണഗതിയിൽ അങ്ങനെ നിർബന്ധമില്ല. പക്ഷെ ചില സ്കീമുകളിൽ പ്രത്യേകം എടുത്ത് പറയാറുണ്ട്. സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇത്ര ശതമാനം വേണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എന്ന സർക്കാരിൻ്റെ ഒരു സ്കീമുണ്ട്. അത് FPOകൾക്കുള്ള സഹായമുണ്ട്. അതിലെടുത്ത് പറയുന്നുണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് 25% സ്ത്രീകളായിരിക്കണമെന്ന്. പക്ഷേ വേറെ ഒരിടത്തും ഇങ്ങനെ നമുക്കൊരു ഫോം ചെയ്യുന്നതിനൊന്നും അങ്ങനെ ഒരു കമ്പൽസറി ആയിട്ട് സ്ത്രീകൾ ഇത്ര വേണമെന്ന് പറയുന്നില്ല. എന്നാൽ സ്ത്രീകളുടെ പ്രാധാന്യം വളരെയധികം കൂടുന്നുണ്ട്. അതാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞു, ഞാൻ SFICയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ FPOകളുടെ സ്കീമുകളാണ് കൈകാര്യം ചെയ്യുന്നത്. സ്ത്രീകളുടെ പങ്കാളിത്തം കൂടി തന്നെയാണ് വരുന്നത്. അതായത് ഇപ്പം ജസ്റ്റ് ഒരു കർഷകരുടെ എണ്ണത്തിലല്ല കൂടുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ തന്നെ സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം, അതായത് ഡിസിഷൻ മേക്കിങ്ങിൽ സ്ത്രീകൾ എത്തുന്നുണ്ട്. വളരെ സന്തോഷമുള്ളൊരു കാര്യവുമാണത്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് എത്ര പ്രാവശ്യം കൂടണം? അല്ലെങ്കിൽ ഇത് ഈ ഇപ്പോൾ ഓഹരി ചേരണമെന്ന് പറഞ്ഞല്ലോ, ഈ ഓഹരി കൊടുക്കുന്നതിന് എന്തെങ്കിലും തുക അവർ നിഷ്കർഷിച്ചിട്ടുണ്ടോ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് അറ്റ്ലീസ്റ്റ് 6 മാസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും കൂടണമെന്നുണ്ട്. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് എന്തായാലും വർഷത്തിൽ ഒരു തവണ കൂടണമെന്നുണ്ട്. പിന്നെ ഇവരുടെ ഈ രജിസ്റ്റേഴ്സും മറ്റു കാര്യങ്ങളുമെല്ലാം വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കണമെന്നുണ്ട്. പിന്നെ അത് നമ്മൾ പറഞ്ഞല്ലോ, ഓൾറെഡി അവർക്കൊരു ഓഫീസ് സ്ട്രക്ചർ ഉണ്ടാവും, അതൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. പിന്നെ ഈ ഓഹരി എന്ന് പറയുമ്പോൾ മിനിമം ആയിട്ടൊരു 2000 ആണ് നോർമലി എല്ലായിടത്തും കളക്ട് ചെയ്യുന്നത്. അതിൽ കൂടുതൽ കളക്ട് ചെയ്യുന്ന ഓഫ് കോഴ്സ് FPCകളുണ്ട്. 10,000 15,000 ഒക്കെ എടുക്കുന്നവരുണ്ട്. അപ്പം മിനിമം ഒരു 2,000 രൂപയാണ്. ആ 2,000 രൂപ ഷെയർ കൊടുത്തുകൊണ്ടാണ് ഇവർ അതിൻ്റെ അംഗമാകുന്നത്, ആ ഒരു FPO അല്ലെങ്കിൽ FPCയുടെ അംഗമായി മാറുന്നത്. പിന്നെ ഈ പറയുന്നത് അത് വളരെ കൂടി വരുമ്പോൾ അവരുടെ ആ ഒരു ഓർഗനൈസേഷൻ്റെ ആ ഒരു തുക കൂടുമ്പോൾ അവരുടെ ഒരു ക്യാപിറ്റൽ ഫോം ചെയ്യുകയാണ്. അത് ഇവരുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇവർക്ക് യൂട്ടിലൈസ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞു, സ്വന്തമായിട്ട് കളക്ഷൻ സെൻ്ററുള്ള FPCകളുണ്ട്, സ്വന്തമായിട്ട് പ്രോസസ്സിംഗ് സെൻ്ററുള്ള FPCകളുണ്ട്, പാക്ക് ഹൗസുകളുള്ള FPCകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവരുടെ ഇവർക്ക് ലോണുകളും മറ്റ് ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷേ ഇനീഷ്യലി മിക്കവാറും ഇപ്പോൾ എല്ലായിടത്തും റീഇംബേഴ്സ്മെൻറ്റ് മോഡാണ്. ഇനീഷ്യലി കുറച്ച് പൈസയെങ്കിലും ഇവർ തന്നെ കണ്ടെത്തണം. അപ്പോൾ അതിന് ഇത് വളരെ സഹായകമാണ്. മാഡം നേരത്തെ പറഞ്ഞു, അതായത് ഈ FPCകൾ രൂപീകരിച്ചു. അപ്പോൾ 100 പേര് അംഗങ്ങൾ ചേർന്നിട്ട് രൂപീകരിച്ചു. ഇവർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കി, ഒരു ഓഫീസ് സംവിധാനം ഒരുക്കി, പിന്നെ ഇവരുടെ ഈ സംഭരണം അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കണം. അപ്പോൾ അതെല്ലാം വിവിധ സ്കീം വഴി ആയിരിക്കും ഈ കർഷകർക്ക് അത് കിട്ടുക. അപ്പോൾ സർക്കാരിൻ്റെ കൈത്താങ്ങൽ കിട്ടുന്ന എന്തൊക്കെ പദ്ധതികളാണ് നമുക്ക് മുന്നിലുള്ളത്? ഒരുപാട് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ FPO എന്നൊരു ആശയം ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇന്നത്തെ നമ്മുടെ കാർഷിക രംഗത്ത്. കാരണം ഞാൻ പറഞ്ഞു, കർഷകരെ കാർഷിക സംരംഭരാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ സർക്കാരിൻ്റെ തന്നെ വലിയൊരു സ്വപ്നം. അപ്പോൾ ഒരുപാട് സ്കീമുകളിൽ നമുക്കിപ്പോൾ എനിക്ക് എടുത്ത് പറയാൻ പറ്റുന്നത് എൻ്റെ SFIC എന്ന സ്ഥാപനം നടപ്പിലാക്കുന്ന സ്കീമുകളാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഒന്നാമതെന്ന് പറയുന്നത് MSME എന്നൊരു സ്കീമുണ്ട്, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിന് കൊടുക്കുന്ന ധനസഹായം. അതിൽ FPOകളെന്നല്ല, ഇൻഡിവിജ്വൽ, അതായത് വ്യക്തികൾക്ക് അപ്ലൈ ചെയ്യാം, SHGO അങ്ങനെയുള്ള മറ്റ് ഗ്രൂപ്പുകൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ FPOകൾക്കും, ഗ്രൂപ്പാണല്ലോ, FPOകൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ധനസഹായമാണ് നൽകുന്നത്. ഇവരുടെ സംരംഭം ഒരു മെച്ചപ്പെട്ട രീതിയിൽ എത്തിക്കുന്നതിനുള്ള ഇപ്പം ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പം തുടക്കക്കാർക്ക് തന്നെയുള്ള സഹായമാണ്.
ഇവർക്ക് ബിൽഡിങ്ങിനുള്ള സഹായമുണ്ട്, ഇവർക്ക് പിന്നെ എന്താണ് ഇവിടെ മെഷീനറീസിനുള്ള സഹായമുണ്ട്, പിന്നെ ഇവർക്ക് എന്തെങ്കിലും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള സഹായമുണ്ട്, പിന്നെ പാക്ക് ഹൗസുകൾ, അങ്ങനത്തെ എല്ലാവിധ സംവിധാനങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു സംരംഭകന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട മിനിമം കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സ്കീമിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ ഞങ്ങൾക്ക് മറ്റൊരു സ്കീമെന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഷെയറിലുള്ള ഒരു സ്കീമാണ് RKVY എന്നാണ് സ്കീം. രാഷ്ട്രീയ കൃഷി വികാസ് യോജനയാണ് സ്കീം. അതായത് അത് വന്നിട്ട് കേരളത്തിൽ FPOസിൻ്റെ പ്രൊമോഷന് വേണ്ടിയുള്ള സ്കീമാണ്. അതിൽ 2019-20 കാലഘട്ടത്തിൽ SFEC കേരള 50 FPOകളെ തിരഞ്ഞെടുത്ത് അവരെ FPSCകളായി രജിസ്റ്റർ ചെയ്യിപ്പിച്ചുകൊണ്ട് പിന്നെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ ഇന്നും ഞങ്ങൾ അവർക്കൊരു എന്താ പിന്തുണ നൽകി പോരുന്നു. പിന്നെ കൂടാതെ 50 FPSCകളെ നമ്മൾ തിരഞ്ഞെടുത്ത് അവർക്ക് നമ്മൾ സ്ട്രെങ്തനിങ് ഓഫ് എക്സിസ്റ്റിംഗ് FPO എന്ന സ്കീമിലാണ് ഈ 50 പേര്. അവർക്ക് വേണ്ട സാങ്കേതിക സഹായങ്ങളെല്ലാം ഇപ്പം എന്തെങ്കിലും ഒരു എക്സ്പേർട്സിൻ്റെ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ അതൊക്കെ ലിങ്ക് ചെയ്തുകൊണ്ടും വേണ്ട ട്രെയിനിങ്ങൾ കൊടുത്തുകൊണ്ടും ഞങ്ങൾ അവരെയും ഒരു എന്താ പറയുക ഈ ഒരു സ്കീമിൽ അസിസ്റ്റ് ചെയ്ത് പോരുന്നു. പിന്നെ നമുക്കൊരു സ്കീം പറയാവുന്നത് SHMൻ്റെ ഫണ്ടിങ്ങിലുള്ള ഒരു സ്കീമാണ്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ധനസഹായത്തോടെ SFEC നടത്തി വരുന്നൊരു സ്കീമുണ്ട്. അത് വന്നിട്ട് ഇന്നോവേറ്റീവായിട്ടുള്ള ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സിൽ പ്രോഡക്ട്സ് ഉള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്കുള്ള സ്കീമാണ്. അപ്പം 3 കോടി രൂപയാണ് SHMൻ്റെ സ്കീം. അപ്പോൾ അവരുടെ അതായത് പ്രോജക്റ്റ് ബേസ്ഡ് ഫണ്ടിങ് ആണ്. അവർ തരുന്ന പ്രോജക്റ്റ് അനുസരിച്ചാണ് ഓരോ ജില്ലകൾക്ക് 21 ലക്ഷം രൂപ വീതമാണ് നമ്മൾ വകയിരുത്തിയിരിക്കുന്നത്. അത് ഇന്നും നമ്മൾ ഓപ്പൺ ആണ്, ഇന്നും FPCകൾക്ക് അത് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം ഈ സ്കീമുകളാണ് മെയിനായിട്ട് നമുക്ക് SFEC കേരള എന്താ പറയുക FPCകൾക്ക് കൈത്താൻ കൊടുക്കുന്നത്. പിന്നെ ഉള്ള ഒരു സ്കീം എന്ന് പറഞ്ഞാൽ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എന്നാണ് RKയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതും SFEC കേരളയാണ് നടത്തിപ്പോയത്. പമ്പാ നദീതീരത്ത് മാഡം, ഇത് എല്ലാ ജില്ലയിലും ഇത്തരം സംവിധാനങ്ങൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇത്തരം കർഷക സംഘടനകളെ സഹായിക്കാനുള്ള പദ്ധതിയാണോ ഈ പറഞ്ഞതെല്ലാം? അതെ, ഇതെല്ലാം സ്റ്റേറ്റ് ലെവലിൽ ഇപ്പം ഞാൻ പറഞ്ഞു SFEC കേരള. SFEC കേരള എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിലുള്ള കൃഷി വകുപ്പിൻ്റെ ഒരു ഓഫീസാണ്. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ളൊരു ഓർഗനൈസേഷനാണ് സ്മോൾ ഫാമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം. മെയിനായിട്ട് നമ്മുടെ ഒരു ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് കാർഷിക സംരംഭകത്വം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് കേരളത്തിൽ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു സ്റ്റേറ്റ് ലെവലിലുള്ള ഓഫീസാണ്. അപ്പം നമുക്ക് ജില്ലകളിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറോ ജില്ലയിലെ നോഡൽ ഓഫീസറോ ആയിട്ട് നമ്മൾ കരുതുന്നത് പ്രോജക്റ്റ് ഡയറക്ടർ ആത്മ. എല്ലാ 14 ജില്ലകളിലും 14 പ്രോജക്റ്റ് ഡയറക്ടർമാർ തന്നെ ഉണ്ട്. മാഡം, നേരത്തെ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കർഷക ഉൽപ്പാദന സംഘടനകളുടെ ഒരു കൈത്താങ്ങൽ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രസക്തമാണ്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു സേവനം, കർഷക ഉൽപ്പാദന സംഘടനകളുടെ സേവനം കർഷകന് കിട്ടുന്നുണ്ട്? ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ ഇപ്പം കൃഷിക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ, അതായത് ഇപ്പം വളങ്ങളാവാം, വിത്തുകളാവാം, ഇതെല്ലാം ഈ ഒരു കർഷക സംഘടനയിലൂടെ അവർക്ക് മിതമായ നിരക്കിൽ ലഭ്യമാകുന്നതാണ്. പിന്നെ ഇവർക്ക് വേണ്ട പരിശീലനങ്ങളും മറ്റും. ഇപ്പം നമ്മളിപ്പോൾ ചില സ്കീമുകളിൽ FPOകൾക്ക് അസിസ്റ്റൻസ് കൊടുക്കുന്ന ചില സ്കീമുകളിൽ നമ്മളിപ്പോൾ ട്രെയിനിങ് ഒക്കെ വിളിക്കുമ്പോൾ ഈ കർഷകർക്ക് തന്നെയാണ് പ്രാധാന്യമുള്ളത്, അവർക്ക് പങ്കെടുക്കാവുന്നതാണ്. കൂടാതെ ഇപ്പോൾ FPOകളിൽ മെമ്പർ ആവുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം കൃഷിക്കുള്ള ഏരിയ വളരെ വളരെ കുറഞ്ഞു വരികയാണ്. ചിലപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ചില സമയത്ത് ഏറെയും കുറഞ്ഞു വരുന്നത് ഇപ്പോൾ കുറഞ്ഞു തന്നെയാണ് അൺഫോർച്ചുനേറ്റ്ലി കാണപ്പെടുന്നത്. അപ്പോൾ ഒരാളുടെ ആവറേജ് ലാൻഡ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് ഒരു കർഷകൻ്റെ ആവറേജ് ലാൻഡ് ഹോൾഡിംഗ് വളരെ കുറവാണ് മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കേരളത്തിൽ. നമുക്കറിയാം നമ്മുടെ അവസ്ഥയാണ്. അപ്പോൾ അതിൽ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്ന പല വഴികളിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഈ FPO ഫോർമേഷൻ. അതായത് ലാൻഡ് ഏരിയയുടെ ഒരു എന്താ പറയുക ഡിഫിക്കൽട്ടി ഉള്ളതുകൊണ്ട് തന്നെ കർഷകർക്ക് മെച്ചപ്പെട്ട എന്തെങ്കിലും ഒരു സാങ്കേതിക വിദ്യ അവരുടെ ഫീൽഡിലേക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ആ ഒരു സാമ്പത്തിക ഇത് അവരെ അനുവദിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഈ ഒരു ഏരിയ ഞാൻ മാത്രം ചെയ്ത ഒരു മെച്ചം ഉണ്ടാവുന്നില്ല. ഒരു ഫോർ എക്സാമ്പിൾ നമുക്കൊരു മെഷീൻ വാടകയ്ക്ക് എടുക്കണമെങ്കിൽ തന്നെ കളക്റ്റീവായിട്ട് ഒരു 8-10 ഏക്കറെങ്കിലും അറ്റ്ലീസ്റ്റ് ഉള്ളപ്പം ചെയ്യാനൊരു എന്താ പറയുക അതൊരു മുതലാവുമെന്ന് പറയാം. അല്ലാതെ ഇപ്പോൾ 1/2 ഏക്കറിനോ 1 ഏക്കറിനോ ഒക്കെ അത് വലിയൊരു മെച്ചമായിട്ട് കർഷകർ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കളക്റ്റീവായിട്ട് കൂട്ടായ തന്നെ കൃഷിയുടെ ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ അവർക്ക് അവിടെ ഒരു മെച്ചം ഉണ്ടാവുന്നുണ്ട്.
തീർച്ചയായിട്ടും ഒരു മെച്ചമുണ്ടാകുന്നുണ്ട്. പുതിയ ടെക്നോളജി അവർക്ക് അവിടെ അഡോപ്റ്റ് ചെയ്യാം. അതിലൂടെ അവർക്ക് മെച്ചപ്പെട്ട പ്രൊഡക്ഷൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ വരുന്ന പ്രൊഡ്യൂസ്, ഈ ഉൽപ്പന്നങ്ങൾ ഇവർക്ക് മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടാനും വളരെ സാധ്യത കൂടുതലാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഒരാൾക്ക് 10-15 കിലോ വിൽക്കാൻ പറ്റുന്നിടത്ത് ഒരു ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്കും അത് ടൺ കണക്കിനുള്ള ഒരു ഫിഗറിലേക്ക് മാറുന്നു. അപ്പോൾ ഒരുപാട് പ്രൊഡ്യൂസ് ഉണ്ടാകുന്നു. ആ പ്രൊഡ്യൂസിന് ബാർഗെയിനിങ് പവർ കൂടുന്നു. ഇപ്പം MSMEയുടെ ഒരു സ്കീം ഞാൻ പറഞ്ഞിരുന്നു. അവർ ഓൺട്രപ്രണറിയൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരാണ്. ഇപ്പം പഴമാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ചക്കയാണെങ്കിൽ അതുകൊണ്ട് അടുത്ത പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. ഇപ്പം ജാമോ സ്ക്വാഷോ ഉണ്ടാക്കുന്നവർ, അവർക്ക് വേണ്ടത് ഈ ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. ചെറിയ ചെറിയ ക്വാണ്ടിറ്റി കിട്ടിയിട്ട് കാര്യമില്ല. ബൾക്കായിട്ട് ക്വാണ്ടിറ്റി കിട്ടണം, സ്ഥിരമായിട്ട് കിട്ടണം. അപ്പം അത് ഒരാൾക്ക് ഈ പറയുന്ന പോലെ ഒരു ലൈബിലിറ്റി അല്ല, ഇത്രയും കൊടുക്കാറുണ്ടോ അല്ലെങ്കിൽ ഡെയിലി കൊടുക്കാറുണ്ടോ. പക്ഷേ ഒരു ഗ്രൂപ്പിനാകുമ്പോൾ അതെപ്പോഴും സാധിക്കും. അപ്പോൾ അവർക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബിസിനസ് ഫോം ചെയ്യാൻ പറ്റും. അപ്പം അതുവഴി കർഷകന് ആ ഒരു ഇൻകം എന്ന് പറയുന്ന ഒരു സസ്റ്റൈനബിൾ ഇൻകം ഉണ്ടാവാൻ സാധിക്കും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നൊരു ചിത്രം, ഇപ്പോൾ എൻ്റെ പാടം നിൻ്റെ പാടം, അല്ലെങ്കിൽ അങ്ങനെയുള്ള തുണ്ടുവൽക്കരിക്കപ്പെട്ട പാടങ്ങളായിരുന്നു. അതിനുശേഷം ഗ്രൂപ്പ് ഫാമിംഗ് വന്നു. പാടശേഖരം ഒരുമിച്ച് ഒരു ട്രാക്ടറോ ടില്ലറോ ഇറങ്ങി ഇതെല്ലാം കൃഷിക്ക് ഉപയുക്തമാക്കുക എന്നുള്ള രീതിയിലേക്ക് ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ഒരു നേർക്കാഴ്ചയല്ലേ ഈ ഒരു കർഷക ഉൽപ്പാദന സംഘടന എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കൂട്ടായി ചെയ്യുന്നതിനുള്ള അതിന്റെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. മറ്റേത് എനിക്ക് തോന്നുന്നു കുറെ കൂടെ നമ്മൾ ഫീൽഡിൽ അങ്ങ് കൾട്ടിവേഷൻ ആക്ടിവിറ്റീസിലേക്ക് ഒതുങ്ങിപ്പോയോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ ഇവിടെ കൾട്ടിവേഷൻ ആ പ്രൊഡ്യൂസിൽ ഇപ്പം ഒരുമിച്ച് ഇവർ പ്രൊഡ്യൂസ് ഉണ്ടാക്കുന്നു, അവിടെ നിൽക്കുന്നില്ല. ഇവർക്ക് അടുത്ത ലെവലിലോട്ട് പോകാം. ഈ പ്രൊഡ്യൂസ് കൊണ്ട് ഇവർ അടുത്ത പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുകയാണ്. ഇപ്പം ഈ പഴമെന്നുള്ള ഇവർക്ക് ചിപ്സ് ആക്കി മാറ്റാം. ഈ ചിപ്സ് ഈ കർഷകർ തന്നെയാണ് അതിനും ബിസിനസ് സാധ്യതകൾ അന്വേഷിക്കുന്നു, അവർ വിൽക്കുന്നു. അപ്പോൾ ഇവർ ഈ കർഷകരെന്ന ഒരു ലേബലിൽ നിന്ന് അവർ കർഷക സംരംഭകരായി ബിസിനസ് ഓൺട്രപ്രണേഴ്സായി മാറുന്നു. പക്ഷെ ആ സാധ്യത എനിക്ക് തോന്നുന്നു FPOകളിലാണ് ഇപ്പം മെച്ചപ്പെട്ട് നിൽക്കുന്നത്. അത് പ്രൂവണമാണ്. ഇപ്പം നമ്മുടെ സ്കീം പറഞ്ഞ RKVY സ്കീമിൽ 50 FPCകൾ തുടങ്ങി ഇന്ന് 28 മേളിൽ നമ്പറിലുള്ള FPCകൾക്ക് വാല്യൂ അഡീഷൻ പ്രോഡക്ട്സ് ഉണ്ട്. അവരിപ്പോൾ ഈ പറഞ്ഞ ചക്ക മാങ്ങയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി ട്രേഡ് ചെയ്യുന്നതിനപ്പുറം അവർ ഇന്നത് ആർക്കും കൊടുക്കുന്നില്ല, ഒരു എൻ്റർപ്രൈസിനെ നോക്കിയിരിക്കുന്നില്ല. അവരതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റി അവരത് വിറ്റുകൊണ്ട് അതിൻ്റെ ഒരു മെച്ചം അവർ നേടുന്നുണ്ട്. എന്തായാലും കർഷക ഉൽപ്പാദന സംഘടനകളെക്കുറിച്ച് ഇത്രത്തോളം വിശദമായി ചർച്ച ചെയ്ത മാഡത്തിന് കേരയുടെ നന്ദി അറിയിക്കുന്നു. വീണ്ടും ഒരു കാർഷിക രംഗത്തുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത FB ലൈവിൽ കാണാം. നന്ദി, നമസ്കാരം.